ഇന്ന് ബാലിയിലെ ഞങ്ങളുടെ ഡേ 2 ആണ്. 8 മണിയോടുകൂടി പുറപ്പെടണം. ഒരു ഹിൽ സ്റ്റേഷനാണ് ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. വനഗിരി ഹിഡൻ ഹിൽസ്. അതിനു മുൻപ് 2 വിസിറ്റ്സ് കൂടിയുണ്ട്. ഒന്ന് ബാത്തിക് ഫാബ്രിക് സെൻറ്റർ, മറ്റൊന്ന് ഒരു ചോക്ലേറ്റ് ഷോപ്പ്. ആദ്യം പോകുന്നത് ബാത്തിക് ഫാബ്രിക് സെൻറ്ററിലാണ്. അവിടെ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നും ഏകദേശം ഒരു 1 hour ഡ്രൈവാണ് ഉണ്ടായിരുന്നത്. ഡെൻപാസിൽ തന്നെയാണ് അതുള്ളത്. ബാത്തിക് ഫാബ്രിക് ബാലിയിലെ ജനങ്ങളുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. ബാലി ബിദാദരി ബാത്തിക് എന്നാണ് ആ സെൻറ്ററിൻ്റെ പേര്. നമുക്കവിടെ ലൈവ് ബാത്തിക് പെയിൻറ്റിങ് കാണാനായിട്ട് സാധിക്കും. നോക്കിക്കോളൂ, വാക്സും ഹണിയും ഉപയോഗിച്ചാണ് അത്രേ ഇവർ പെയിൻറ്റിങ് ചെയ്യുന്നത്. ബാത്തിക് ഡിസൈൻ സാധാരണയായി റിലീജിയസ് സിംബൽസ് ആണ് കാണുന്നത്. അത് ധരിക്കുന്ന ആളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നാണ് വിശ്വാസം. ഈ ഔട്ട്ലെറ്റിൽ നിന്ന് നമുക്ക് വസ്ത്രങ്ങൾ മാത്രമല്ല, ഹാൻഡിക്രാഫ്റ്റഡ് മെറ്റീരിയൽസും വാങ്ങാൻ സാധിക്കും. അടുത്ത വിസിറ്റ് ജംഗിൾ ഗോൾഡ് ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഔട്ട്ലെറ്റാണ്. ചോക്ലേറ്റ് നിർമ്മാണം കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ പോയത്. പ്ലാന്റ് ബേസ്ഡ് ചോക്ലേറ്റ്സ് നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഫേമാണ് ജംഗിൾ ഗോൾഡ് ചോക്ലേറ്റ് ഫാക്ടറി എന്നാണ് അവർ പറയുന്നത്. ഡയറി മിൽക്കിന് പകരം അവരുപയോഗിക്കുന്നത് കോക്കനട്ട്, കാഷ്യൂ മിൽക്ക്, കൊക്കോ ബട്ടർ തുടങ്ങിയവയൊക്കെയാണ്. അത് വളരെ ഹെൽത്തി ആണെന്ന് പറയുന്നു. ഏതായാലും നമുക്ക് ഇഷ്ടാനുസരണം ചോക്ലേറ്റ്സ് ടേസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. അതനുസരിച്ച് ബിസിനസ്സും നടക്കുന്നുണ്ട്. ബാലിയുടെ ടെറൈനും ക്ലൈമറ്റുമെല്ലാം നമ്മുടെ കേരളത്തിനേതുപോലെ തന്നെയാണ്. ഇവിടുത്തെ പ്രധാന കൃഷി വെറ്റ് റൈസ് അഗ്രികൾച്ചറാണ്. കൂടാതെ സോയ, പീനട്ട്, ചില്ലി പെപ്പർ, ടാപ്പിയോക്ക, കോൺ ഇതെല്ലാം ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് തരുന്നത് കൊക്കോ, കോഫി കൃഷിയാണ്. ഇനി ലഞ്ച്, അതിനുശേഷം വനഗിരി ഹിഡൻ ഹിൽസിലേക്ക്. ഇറങ്ങിയ സ്ഥലം ഒരു മനോഹരമായ ലേക്ക് സൈഡാണ്. മൗണ്ടനസ് കൂടിയാണ്. അതിൻ്റെതായ ഒരു ചെറിയ തണുപ്പെല്ലാം നമുക്ക് ഫീൽ ചെയ്തിരുന്നു. ഇനി പോകുന്നത് വനഗിരി ഹിഡൻ ഹിൽസിലേക്ക്. വനഗിരി ഹിഡൻ ഹിൽസ് നോർത്തേൺ ബാലിയുടെ ഒരു ഹൈലാൻഡ് ഏരിയ. ട്വിൻ ലേക്സ് ബുയാൻ ആൻഡ് തംബ്ലിംഗൻ ആണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അതിൽ നൽകുന്ന ബ്യൂട്ടി പറഞ്ഞറിയിക്കാൻ വയ്യ.
ഇത് ശരിക്കും ഒരു ഫോട്ടോഗ്രാഫേഴ്സ് പാരഡൈസ് ആണ്. നമുക്കിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വുഡൻ സ്വിങ്, അതുപോലെ വലിയ പക്ഷിക്കൂടിൻ്റെ ആകൃതിയിലുള്ള സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ വുഡൻ ബാംബു പ്ലാറ്റ്ഫോംസ്, ഇതെല്ലാം നമുക്ക് അതിലെല്ലാം ഇരുന്ന് മനോഹരമായ ഫോട്ടോസ് എടുക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. അതിനൊരു ചെറിയ എൻട്രി ഫീസും ഉണ്ട്. നോർത്ത് ബാലി ഹൈലാൻഡ്സിലെ മറ്റൊരു അട്രാക്ഷനാണ് ഹന്താര ഗേറ്റ്സ്. ഹന്താര ഗോൾഫ് റിസോർട്ടിലേക്കുള്ള ഗേറ്റാണിത്. 1976 ഇത് പണിതിട്ടുള്ളത്. ഇവിടുത്തെ റെയിൻ ഫോറസ്റ്റിൻ്റെ സീനിക് ബ്യൂട്ടി തന്നെയാണ് ഈ ഗേറ്റിൻ്റെ അട്രാക്ഷൻ. മനോഹരമായൊരു ഫോട്ടോ സ്പോട്ടാണിത്. ബാലിയിലെ ടെമ്പിളുകളുടെ എൻട്രൻസ് ഗേറ്റുകൾ ഈ മാതൃകയിലാണ് പണിതിട്ടുള്ളത്. കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും പക്ഷെ അതിന് തീരെ സാധിക്കാതെ പോവുകയും ചെയ്തൊരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണിത്. ഉലുന്താനു ബെറാട്ടൻ ടെമ്പിൾ. ബാലിയിലെ ഹൈലാൻഡിൽ ബ്രാട്ടൺ മൗണ്ടനോട് ഫേസ് ചെയ്ത് നിൽക്കുന്ന, അതുപോലെ ബെറാട്ടൻ ലേക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ടെമ്പിൾ ശരിക്കും ഒരു മിസ്റ്റിക് ബ്യൂട്ടി തന്നെയാണ്. വളരെ മനോഹരമായൊരു ഗാർഡൻ ഇതിനോട് ചേർന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് പൂക്കളായിട്ട്. സീ ലെവലിൽ നിന്നും ഏകദേശം 1000 മീറ്റേഴ്സാണ് ഈ ടെമ്പിളിൻ്റെ, ഈ സ്ഥലത്തിൻ്റെ ഹൈറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വളരെ കൂൾ കംഫർട്ടബിൾ ക്ലൈമറ്റാണ്. നോക്കൂ, ഈ മലയും ഈ തടാകവും അതുപോലെ ഈ ടെമ്പിളും ശരിക്കും ഓസം.
വാവ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരുപാട് ഹോട്ടൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ലേക്കിൽ വാട്ടർ സ്പോർട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡേ 2 ഞങ്ങളുടെ അവസാനത്തെ വിസിറ്റ് തനാലോട്ട് ടെമ്പിൾ. ഇതൊരു സീസൈഡ് ടെമ്പിളാണ്. ഓഫ് ഷോർ റോക്കിന് മുകളിലാണ് ഇത് പണിതിട്ടുള്ളത്. തനാലോട്ട് എന്നാൽ ലാൻഡ് ഇൻ സീ എന്നാണത്രേ ബാലി ലാംഗ്വേജിൽ അർത്ഥം. ഇതൊരു 16th സെഞ്ച്വറി ബിൽറ്റ് ടെമ്പിളാണ്. വേലിയേറ്റ സമയത്ത് ഈ ടെമ്പിളിന് ചുറ്റും വെള്ളമായിരിക്കും. പക്ഷെ ഞങ്ങൾ പോകുന്ന സമയത്ത് വേലിയിറക്ക സമയമായിരിക്കണം, അവിടെ വെള്ളമൊന്നും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വളരെ അടുത്ത് വരെ നടന്നു പോകാവുന്നുണ്ടായിരുന്നു. അമ്പലത്തിലേക്ക് നമുക്ക് പ്രവേശനമില്ല. 2-3 സ്റ്റെപ്പ് വരെ മാത്രമേ കയറി പോകാൻ സാധിക്കൂ. അതും ഈ സീക്രട്ട് വാട്ടർ വ്യൂവിന് ശേഷം. ഈ പാറക്കെട്ടിൻ്റെ അകത്ത് അടിയിൽ ഒരു നാച്ചുറൽ സ്പ്രിംഗ് ഉണ്ട്. അതിലെ വാട്ടറിനെയാണ് സീക്രട്ട് വാട്ടർ എന്നവർ പറയുന്നത്. അത് വ്യൂവിന് ശേഷം ചെവിയിലൊരു പൂവും വെച്ചതിന് ശേഷം മാത്രമേ നമ്മളെ പകുതി ദൂരാണെങ്കിലും അമ്പലത്തിലെ മുകളിലേക്ക് കടത്തുകയുള്ളൂ. 16th സെഞ്ച്വറി ബിൽറ്റ് ആണെങ്കിലും 1980 ഇത് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടെമ്പിളിനടിയിലെ സീ സ്നേക്സ് ആണ് ഇതിനെ ഗാർഡ് ചെയ്യുന്നത് എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ പുറത്ത് കടന്നപ്പോൾ ഒരാൾ ഒരു പൈത്തനെയും തോളിലിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. 1 lakh കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ തോളിൽ അതിട്ട് തരും. പക്ഷേ ആളെ വിഴുങ്ങുന്ന പാമ്പിനെ 1 lakh കൊടുത്ത് ആരും തോളിലെടുത്തിടാൻ തയ്യാറായില്ല. ഇനി ഡേ 3 വിശേഷങ്ങൾ. ബാലിയിലെ ഞങ്ങളുടെ ഡേ 3 ഒരു ഐലൻഡ് വിസിറ്റാണ്, നൂസ പെനിറ്റ. ബാലി പ്രോവിൻസിൽ ഉൾപ്പെടുന്ന ഒരു ഓഫ് ഷോർ ഐലൻഡാണിത്. ഇന്തോനേഷ്യയിൽ ഏകദേശം 17,000-ഓളം ഐലൻഡുകളുണ്ടത്രേ. അതിലൊന്നാണ് ബാലി. നൂസ ഐലൻഡിൽ കടുത്ത വെയിലാണെന്ന് ഞങ്ങളോട് ആദ്യമേ ഗൈഡ് പറഞ്ഞിരുന്നു.
അതിപ്പോൾ ഈ തൊപ്പി വിൽക്കുന്നവരെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു സ്പീഡ് ബോട്ടിലാണ് ഐലൻഡിലേക്ക് പോകുന്നത്. രാവിലെ 8 മണിക്ക് തന്നെ ബോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. നല്ല വെയിലാണെങ്കിൽ കൂടിയും ഞങ്ങൾ അപ്പർ ഡെക്കിൽ കുറച്ച് പേരൊന്ന് കയറി ഇരുന്നു. ബാലിക്കും ന്യൂസ ഐലൻഡിനും ഇടയ്ക്കുള്ള ഉൾക്കടൽ ബാദും സ്ട്രെയിറ്റ് ആണ്. അതിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ്. ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു. ഏകദേശം 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും. ഐലൻഡിൽ ഞങ്ങൾ ചെറിയ വാഹനങ്ങളിലാണ് പോകുന്നത്. 4-5 പേർ കൂടി. 2023 സെൻസസ് അനുസരിച്ച് ഈ ഐലൻഡിലെ പോപ്പുലേഷൻ 64,000 ആണ്. ഏരിയ 202 കിലോമീറ്റർ സ്ക്വയർ. കേരളത്തിലെത്തിയ പോലെയുണ്ട്. കഷ്ടിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുമെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ എന്നാണ് പറയുന്നത്. ഇതൊരു സ്കൂളാണത്രേ. ഇവിടെ ഇതാ കോഴിപ്പോര് നടക്കുകയാണ്. ബേ ബീച്ച് എത്തിക്കഴിഞ്ഞു. കടുത്ത വെയില്, വെള്ളത്തിലിറങ്ങാൻ നിവൃത്തിയുമില്ല. കുറച്ച് ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ അടുത്തത് ബ്രോക്കൺ ബീച്ച്. ഇവിടെ വലിയ വലിയ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് പോകണം ബീച്ചിലെത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എല്ലാവരും ഈ വെയിലും എല്ലാം കാരണം അവിടെ തന്നെ ചടഞ്ഞിരുന്നു. ക്ലിഫിനടുത്ത് വെള്ളത്തിനൊരു പച്ച കളറാണ്. അത് ഈ ലൈം സ്റ്റോണിൽ നിന്ന് വരുന്നതാണെന്നാണ് തോന്നുന്നത്. പോരാൻ നേരം അടുത്ത് തന്നെയുള്ള ഒരു ചായക്കടയിൽ കയറി മാങ്ങയും പഴവും എല്ലാം കഴിച്ചു. അവർക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൊടുത്തു. സന്തോഷമായി.
ഇനി ലഞ്ച് ഐലൻഡിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു ബീച്ച് കൂടി കാണാനുണ്ട്. The name of this beach, please. Clinking. Clinking. Yes. ഇതാണ് ക്ലിങ്കിങ് ബീച്ച്. വളരെ ഉയരത്തു നിന്നുള്ളൊരു കാഴ്ചയാണത്. ഈ പറഞ്ഞതുപോലെ താഴേക്ക് ഇറങ്ങിപ്പോകാനുള്ളൊരു ബുദ്ധിമുട്ട്, പിന്നെ നമ്മളുടെ ഷെഡ്യൂളിൽ ബീച്ചിൽ ഇറങ്ങാനുള്ള ഒരു ഷെഡ്യൂൾ ഇല്ല, നമുക്ക് സമയം തന്നിട്ടില്ല. എന്നിരുന്നാലും അതിമനോഹരം തന്നെയാണ് ഈ മുകളിൽ നിന്നുള്ള കാഴ്ച. ക്രിസ്റ്റൽ ബേ ബീച്ചിലെ പോലെ തന്നെ ഫോട്ടോസ് എടുക്കാം, മടങ്ങാം, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ബാലിനീസ് ഗൈഡ് മിസ്റ്റർ അസ്താവ. ഒരു ഹായ് പറഞ്ഞോ? അങ്ങനെ നൂസ പെനിഡയോട് ബൈ ബൈ. താങ്ക് യു. ഇനി അല്പം ഷോപ്പിംഗ്. മണി വാല്യൂ വളരെ കുറവുള്ള ഒരു കൺട്രിയാണ് ഇന്തോനേഷ്യ. 550 ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത് ഇന്തോനേഷ്യൻ 1 lakh റുപ്പീസിന് ഇക്വാലൻ്റ് ആണ്. അഗുംബാലി ഡെൻപാസറിലെ വളരെ റീസണബിൾ റേറ്റുള്ള ഒരു ഷോപ്പിംഗ് മോളാണ്. അങ്ങനെ ലക്ഷങ്ങൾ പൊടിച്ച് ഒരു ഷോപ്പിംഗ്. ഇന്ന് ഡേ 4 ബാലിയിലെ ഞങ്ങളുടെ അവസാനത്തെ ദിവസമാണ്. ഒരു വിസിറ്റ് കൂടി ബാക്കിയുണ്ട്, ഉലുവാത്തു ടെമ്പിൾ. ഇത് 11ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു സീസൈഡ് ഹിന്ദു ടെമ്പിളാണ്. ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു അരപ്പട്ടയും ഉടുമുണ്ടും തന്നിരുന്നു. ആവേശത്തിന് ആർക്കും ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ഈ നാട്ടിൽ പോകുന്ന സന്തോഷമാണോ എന്നറിയില്ല. ബാലിയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപേ ഞങ്ങളുടെ ഗൈഡ് ബിജോ ഞങ്ങൾക്കൊരു വാർണിംഗ് തന്നിരുന്നു ഇവിടുത്തെ നൊട്ടോറിയസ് കുരങ്ങുകളെ കുറിച്ച്. ഒരു സ്പെയർ കണ്ണട, പറ്റുമെങ്കിൽ മൊബൈൽ, ബാഗ് ഇതെല്ലാം കരുതിക്കൊള്ളാൻ പറഞ്ഞു. കാരണം ഈ കുരങ്ങുകൾ സൂത്രത്തിൽ വന്ന് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുമെന്നാണ് പറയുന്നത്. പക്ഷേ സ്റ്റണ്ണിങ് വ്യൂ കണ്ടപ്പോൾ എല്ലാവരും അതെല്ലാം മറന്നു. മൊബൈൽ പുറത്തെടുത്തു, ഇഷ്ടം പോലെ ചണ്ടം പിന്നം ഫോട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങി. മുകളിലേക്ക് കയറുമ്പോഴാണ് ഈ മനോഹരമായ മാഗ്നിഫിസന്റ് വ്യൂസ് കിട്ടുന്നത്. ഇത് ഒളിച്ചും പാത്തൊക്കെയാണ് എടുത്തത്. വൈകുന്നേരങ്ങളിൽ എന്നും സൺസെറ്റിന്റെ ബാക്ക്ഡ്രോപ്പിൽ ഒരു ഫയർ ഡാൻസ് എന്നും ഉണ്ടെന്ന് പറയുന്നു. അത് ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ മനോഹരമായി തന്നെ തോന്നുന്നുണ്ട്. ലഞ്ചിന് ശേഷം ആദിജയോട് വിട. ഈ 4 ദിവസത്തെ സ്റ്റേ ശരിക്കും ഞങ്ങൾ ആസ്വദിച്ചു. താങ്ക് യു സോ മച്ച് ഫോർ ദ ഗ്രേറ്റ് ഹോസ്പിറ്റാലിറ്റി. Okay, my name is Mr. Wayan, Beras Merah Warung and Bar and Adijaya Hotel. Thank you. Okay.
ഇനി എയർപോർട്ടിലേക്ക്. ഫസ്റ്റ് ഡേയിലെ കൺഫ്യൂഷൻ ഒഴിച്ചാൽ ബാക്കിയുള്ള ദിവസങ്ങൾ ഞങ്ങൾ ബാലി ശരിക്കും എക്സ്പ്ലോർ ചെയ്തു എന്ന് തന്നെ പറയാം. ഞങ്ങളുടെ ടൂർ ഗൈഡ് ബിജോയും ബാലിനീസ് ഗൈഡ് അസ്താവയും വളരെ നന്നായി തന്നെ എല്ലാ പ്രോഗ്രാമും കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതുപോലെ പുതിയ കുറേ ഫ്രണ്ട്സിനെ കൂടി ഞങ്ങൾക്ക് ഇത്തവണ ലഭിച്ചു. വളരെ സന്തോഷം.